അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സിനാനദ മുഹ്സിനെ വിളിക്കുന്നു. അവൻ ജോലിയിൽ ജോയിൻ ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് ആദ്യം ഉമ്മയെ വിളിച്ചു. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, ഞാൻ ജോലിയിൽ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ മുതലാണ് ഞാൻ പോകുക. അപ്പോൾ പിന്നെ എന്തൊക്കെയായാലും പകലൊന്നും ഒരു പക്ഷെ എനിക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ 2 നേരം ഡ്യൂട്ടി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും ഒഴിവിനനുസരിച്ചൊക്കെ ഞാൻ വിളിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മുഹ്സിനയുടെ ഫോണിലേക്ക് വിവരം പറയുവാൻ വേണ്ടി അവൻ വിളിക്കുന്നു. അവൾ ഫോൺ എടുത്ത് ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുഹ്സി, എന്തൊക്കെയുണ്ടടി വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ സുഖാണിക്ക, കുഴപ്പമൊന്നുമില്ല. എന്താടി കാര്യങ്ങളൊക്കെ? വല്ലതും ആയോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ? ഇല്ലക്ക, ഒന്നും ആയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഉമ്മ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. മുഹ്സിനെ ഫോൺ ചെയ്യുമ്പോൾ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അതേ, ഇനി പഴയ പോലെ കൊഞ്ചി കൊയ്യാനോ നിൽക്കണ്ട. ഓനെ ഡ്യൂട്ടിക്ക് കയറിക്കണം നാളെ മുതൽ. പിന്നെ കൊഞ്ചലും കൊയലൊക്കെ ഇനി പിന്നാക്കാം. ഉമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി. സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിനോട് ഒന്ന് സംസാരിക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മ അടുത്തേക്ക് വന്ന് അതുറക്കെ പറഞ്ഞത്. ശരിക്കും അവൾക്ക് സങ്കടമായി പോയി. സിനാനോട് സംസാരിക്കുവാനുള്ള ആ മൂഡ് തന്നെ അങ്ങ് കളഞ്ഞു. അവൾ പേടിച്ച് മിണ്ടാതെ നിന്നു. അതേ, ഞാൻ കാര്യത്തിലാണ് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ഓനോട് കൊഞ്ചാനും കൊയ്യാനും പറയാനും നിൽക്കണ്ടെന്ന്. ഓൻ ഡ്യൂട്ടിക്ക് കയറാണ്. ഞാൻ പഴയ പോലെ ഒന്നല്ല. മതി വെച്ചാളാ. ഉമ്മ അത് പറഞ്ഞപ്പോൾ മുഹ്സിനയ്ക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നായിപ്പോയി. റബ്ബേ, കൊതിയായിരുന്നു ഒന്ന് വിളിക്കാനും. പക്ഷേ ഇക്ക, എന്നാൽ പിന്നെ വിളിക്കാം, അവൾ പതുക്കെ പറഞ്ഞു. സിനാന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ ഫോൺ കട്ട് ചെയ്തു. മുഹ്സിന, എൻ്റെ മോനവിടെ ജോലിക്ക് പോയിക്കണ്. ഓൻ ഏതെങ്കിലും അറബിൻ്റെ കീഴിലൊക്കെ ഇക്കാരം ജോലി ചെയ്യണത്. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളിൽ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ ചെയ്യണം. ഇടയിൽ എൻ്റെ വിളി അങ്ങോട്ട് ചെല്ലുമ്പോഴും മെസ്സേജ് അങ്ങോട്ട് ചെല്ലുമ്പോഴും ഓൻ്റെ ചിന്ത മാറും. ചിന്ത മാറിയിട്ട് എന്താവും, ഓൻ്റെ ആ ജോലി അങ്ങോട്ട് നഷ്ടപ്പെടും ചിലപ്പോൾ. കാരണം ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമല്ലോ, അല്ലാതെ വെറുതെ അങ്ങോട്ട് കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളും മര്യാദയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇജിങ്ങനെ എപ്പോഴും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കരുത് കേട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി. സിനു ഏതായാലും പോയി. ഒരു ഫോൺ ചെയ്യാനുള്ള അവകാശം പോലും തന്നിൽ നിന്ന് അകറ്റുകയാണോ എന്നവൾക്ക് തോന്നിപ്പോയി. ഒരു നിമിഷം അവൾ എന്തൊക്കെയോ ഓർത്തു പോയി. വീട്ടിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ ഒന്ന് സിനുവിനോട് സംസാരിക്കാമായിരുന്നു സ്വസ്ഥമായിട്ടൊന്ന്. ശരിക്ക് എന്താണ് ജോലി എന്നോ ഡ്യൂട്ടി ടൈമോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഓൻ എന്നോട് 1-2 വർത്താനം പറഞ്ഞാണ്ട് വെച്ചു. ഓൻ്റെ പെണ്ണുങ്ങളോടോ വർത്താനം തീരൂല. അതാണ് ഇപ്പോഴത്തെ മക്കള് വെറുതെ പോറ്റി വളർത്തിണ്ടാക്കുക. റഷീദ ഉമ്മക്ക് ദേഷ്യം കൂടി വന്നിരിക്കുകയാണ്. അവളെങ്ങാനും ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്ലാനിങ് ഒക്കെ പൊളിയും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ സിനാനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ആലോചിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സിനാനും മുഹ്സിനെയും ഇതൊന്നും അറിയുന്നേ ഇല്ല. പിറ്റേ ദിവസം സിനാന് ഫോൺ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാരെ, നമ്മളെന്തായാലും വല്ലാത്തൊരു പെടല്ല പെട്ടുപോയത്. അതെന്തേ ഉമ്മ? അല്ലേ, എത്രയും നല്ല സ്വത്തും സമ്പത്തും മുതലൊക്കെ ഉള്ളിടത്തുനിന്ന് നിങ്ങൾക്ക് പെൺകെട്ടിങ്ങനെ വന്നീനോ, അതൊക്കെ കണ്ട് വേണ്ട വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു എത്തിയും കുട്ടീനെ കെട്ടിയത്. അതിനെന്തിയമ്മ? എന്തേ ഓൾക്ക് നമ്മളിപ്പോൾ ഏതൊരു പണക്കാരെ വീട്ടിൽ നിന്നും കെട്ടിനേക്കാളും അതും അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ടല്ലേ അവൾ വന്നിക്കണ്. വെറുതെ കയ്യും വീഴ്ച വന്നിട്ടില്ലല്ലോ. അതൊന്നുമല്ല മോനെ, അതൊക്കെ ഒരാൾ ഔദാര്യമായിട്ട് തന്നതല്ലേ. അതിനേക്കാളും നല്ല പത്രാസും ഒക്കെ ഉള്ളിടത്തുനിന്ന് നമുക്ക് കെട്ടേണ്ടിയിരുന്നാ പറയണത്. വല്ലാത്തൊരു ഇതായിപ്പോയി ഉമ്മ. എന്തെങ്കിലും ഇപ്പോൾ അത് ചിന്തിക്കണത്? നിക്കാഹ് കഴിഞ്ഞപ്പോൾ എത്രയായി, കല്യാണം കഴിഞ്ഞ് ഒക്കെ നല്ല റാഹത്തോടു കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം നിങ്ങൾക്കൊരു അല്ല മോനെ, ഞാൻ എൻ്റെ മനസ്സ് തിടങ്ങാറുകൊണ്ട് പറയാണ്. എനിക്ക് ഇത്രയും വലിയ വീടും കൊട്ടാരം പോലത്തെ അതൊക്കെ ഞമ്മക്കുണ്ട്. പറഞ്ഞിട്ടെന്താ, അങ്ങനെ ഉണ്ടായിപ്പോയി. ഇപ്പോഴാണ് മേൽക്ക് വെക്കണത്. എന്തുമ്മ നിങ്ങളീ പറയണത്? ഇന്ന് ഡ്യൂട്ടിക്ക് പോയിന് കേട്ടോ. ഞാൻ
കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് രാത്രി ആണ് തുടങ്ങുന്നത്. പിന്നെ റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒറ്റക്കായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഫുഡും ഉണ്ട് കമ്പനിത്തോൽക്കൊക്കെ. എനിക്കിവിടെ അക്കൗണ്ടിങ് ആയിട്ടാണല്ലോ ഞാൻ ജോയിൻ ആയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, പിന്നെ ഫുഡ് റൂം ഇല്ലാതിരിക്കുമോ? എന്താടാ എനിക്ക് വല്ല പ്ലാനിങ്ങും ഉണ്ടോ? ഹേയ് അല്ലുമ്മ, ഞാൻ പറയാന്ന് മാത്രം. അവൻ്റെ മനസ്സിൽ മുഹ്സിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്നവൻക്ക് അറിയാമായിരുന്നു. എങ്കിലും അവൻ പറഞ്ഞു, റൂമിൽ ഞാൻ ഒറ്റക്കാണുമ്മ. പിന്നെ ഫുഡ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലാതെ കമ്പനി ഫുഡായിട്ട് വേറെ ഉണ്ട്. ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലുള്ളവർക്കൊക്കെ അങ്ങനെയാണ്. ഒരു വലിയ അറബിൻ്റെ കടയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഫാമിലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവർക്ക് സെപ്പറേറ്റ് അതിൻ്റെ കീഴിൽ തന്നെ അവർക്ക് റൂം കൊടുക്കുന്നുണ്ട്. പിന്നെ സിനാനെ, എൻ്റെ കൂടെ ഉള്ളവർ എന്നോ വന്നോലായിരിക്കും. ഒരു ഫാമിലിനെ കൊണ്ടുവരാതിരിക്കുക എന്തേലും ചെയ്തോ? ഇജിപ്പോൾ എന്തിനാ ആ വിഷയം ഇവിടെ പറയണേ? ഇവിടെ ഇപ്പോൾ ഫാമിലിനെ കൊണ്ടുവരാനൊന്നും ആയിട്ടില്ല. ഉമ്മയുടെ ആ ഒരു വാക്ക് അവൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഉമ്മ, എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കട്ടോ. ഉപ്പയുടെ ഉപ്പ ഇവിടെ ഉണ്ട്. ഹലോ മോനെ, എൻ്റെ കുട്ടിക്ക് സുഖല്ലേ? ആ ഉപ്പ ഡ്യൂട്ടിക്ക് കയറിട്ടോ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. മോനെ, റൂമും ഫുഡൊക്കെ എങ്ങനെ? ഉപ്പ അതൊക്കെ എനിക്ക് ഫ്രീ ആണ്. ആണോ? ആ, അതേതായാലും നന്നായി മോനെ. എന്നാൽ പിന്നെ വേണമെങ്കിൽ എനിക്ക് മുഹ്സിനെയും കൊണ്ടുപോകാമല്ലോ. കാരണം റൂമും ഫ്രീ ആണ്, ഫുഡും ഉണ്ടെങ്കിൽ പിന്നെന്താ. ഓളെന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, ഓൾക്ക് അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉപ്പയുടെ ആ ഒരു മറുപടി ശരിക്കും സിനാൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുള്ളതാക്കി. ആ ഉപ്പ, ഇൻഷാ അല്ലാ നോക്കട്ടെ ഒന്നും കൂടി. മോനെ, റൂമും ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാസ്പോർട്ട് എടുത്തോന്നില്ലല്ലോ അവൾക്ക്. പെട്ടെന്ന് ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി ഉമ്മ അങ്ങോട്ട് ഓഫാക്കി അത് ആ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താ അടിച്ച് കാണിക്കണത്? മോന് ഫോൺ ചെയ്യുമ്പോൾ എന്താ തട്ടിപ്പറിച്ച് ഫോൺ ഓഫാക്കി വെക്കുക? എന്താണ് സംഭവം? ഇക്ക, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഓന് പോയി ഡ്യൂട്ടിക്ക് ഇന്നലെ കയറിയിട്ടുള്ളൂ. അപ്പോഴത്തിനും ഓളെ കൊണ്ടുപോകണ വർത്താനം അപ്പം നിങ്ങളവന് പറഞ്ഞു കൊടുക്കണത്? അതെ, കുറച്ച് പൈസ ഉണ്ടായിക്കോട്ടെ, പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയ ചിലവ് നല്ലോണം കൂടും. അത് മാത്രമല്ല, പിന്നെ ഓനക്ക് എന്താ ഉണ്ടാകുക കയ്യിൽ പൈസ? ഓല അവിടെ ജീവിച്ച് കഴിയൂലേ? അത് വരും വലിയത്. ഇന്നൊക്കെ നിങ്ങൾ കുറേ കൊണ്ടുപോയിട്ടാണോ? എടി, അന്നത്തെ സാമ്പത്തികവും പിന്നെ തറവാട്ടിൽ നിൽക്കല്, അതൊക്കെ എന്ന് വെച്ചാൽ തറവാട്ടിക്ക് പൈസ അയക്കണം, അവിടുത്തെ ചിലവ് കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ തലയിലല്ല. പിന്നെ നമുക്ക് വീട് എടുക്കണം, സ്ഥലം വേണം. ഇതിപ്പോൾ നമ്മളെ മോനക്ക് അതൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓനക്ക് വേണ്ടി ഓൻ്റെ ബാപ്പ ഉണ്ടാക്കി ഇട്ടിക്കണല്ലോ. ഓല് ജീവിക്കട്ടെ റഷീദ, ഓല് ജീവിതം തുടങ്ങണല്ലോ. ഒരു മാസമാണ് ഇവിടെ നിന്നത്. അവിടെങ്കിലും പോയി ആ പെണ്ണ് ജീവിച്ചോട്ടെ. ഇവിടെ അങ്ങനെ ഒറ്റക്ക് വീണ് എന്തിനാ? അനക്കിവിടെ ഞാനില്ലേ? അപ്പോൾ ഓനക്ക് ഓളുണ്ടാകണ ഏറ്റവും സന്തോഷമല്ലേ? അതിലിപ്പോൾ എന്താ? പിന്നെ നിങ്ങളെ കൊണ്ട് കൂടുതലായിട്ട് വർത്താനം പറയിപ്പിക്കണ്ടട്ടാ. എൻ്റെ മനസ്സിൽ വേറെ പലതും ഉണ്ട്. ഓനും ഏതെങ്കിലും കെട്ടിയൊരു പെണ്ണ് പറ്റ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്നായിപ്പോയി എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറുണ്ട്. പാവപ്പെട്ടത് ഓൾക്ക് വേണ്ടി അറബിയമ്മ വലിയ വീടും സ്ഥലവും വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഒരാൾ കൊടുത്തിട്ട് ഒരു ഇത്ര വലിയ പണക്കാരാവുമോ? എത്ര ആൾക്കാരാ, പഴയ ആൾക്കാരനല്ലേ ആ ചെറ്റക്കുടിലത്തെ ആൾക്കാർ. എനിക്ക് ഓരോ കാണുമ്പോൾ ഇപ്പോഴൊരു പാവങ്ങളെ പോലെ തോന്നണം. എന്തെനിക്കറിയില്ല. എന്തൊക്കെ ഉണ്ടായാലും കുറച്ചെങ്കിലും ഉള്ളോടത്തുനിന്ന് നമ്മൾ കല്യാണം കഴിക്കേണ്ടി. എനിക്കിപ്പോൾ അതൊരു ഇടങ്ങാറ്. റഷീദ, എൻ്റെ ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഓല് നല്ല രീതിയിൽ ജീവിച്ചോ ഗൾഫിക്ക് പോയപ്പോഴാണ് എനിക്ക് ഇതൊക്കെ പറയാൻ തോന്നിയത്. അങ്ങനെ എനിക്ക് ആദ്യം തന്നെ പറയാൻ നാവില്ലേനോ? നോക്കി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്നാവോ, കാണാൻ പെണ്ണ് രസമില്ലായിട്ടോ ഒന്നുമല്ല, എനിക്ക് കേട്ടൊരു തോന്നണില്ല അവളാണ് മരുവളാക്കി കൂട്ടാൻ. റഷീദ, എൻ്റെ നാവടക്കി കേട്ടോ. ആ ചെക്കൻ്റെ ഫോണും കട്ടാക്കി അവന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിലും ഉമ്മാൻ്റെ സ്വഭാവം എനിക്ക് അറിയണേന്നല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ മുഹ്സിനയുടെ ഫോണിലേക്ക് സിനാനെ വിളിക്കുകയാണ്. രാത്രി ഏകദേശം 10:11 മണി ആയിട്ടുണ്ട്. ഉമ്മാക്ക് ആ രാത്രി ഉറക്കമേ ഇല്ലായിരുന്നു. പഠിച്ചവനെ, ഇനിയിപ്പോൾ എന്തൊക്കെ ആയിത്തീരുന്നാവോ? ചെക്കന് റൂമും ഫുഡൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഓളെങ്ങാനും കൊണ്ടുപോവോ? ഉപ്പ ഉറങ്ങിയിട്ടുണ്ട്. ഉമ്മാക്ക് സമാധാനമില്ല. ഓല് എന്തപ്പോൾ മോളത്തെ റൂം ലൈറ്റും ഓഫാക്കിയിട്ടില്ലേ പെണ്ണത്? ഒന്ന് ഓഫാക്കി കിടന്നൂടെ ഈ പെമ്പറന്നോൾക്കൊന്ന്?
അത് വിളിച്ച് വർത്താനം പറയിക്കാരേ. ഉമ്മയുടെ ഫോൺ എടുത്ത് വെറുതെ അതാ മുഹ്സിയുടെ ഫോണിലേക്ക് അടിക്കുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ മറ്റൊരു കോളിലാണ്. ഉമ്മ ഞെട്ടിപ്പോയി. സിനാനായിരിക്കും. എത്ര നേരം ഒരു വർത്താനം പറയണത്? എന്തതിന് ലിമിറ്റൊന്നുമില്ലേ? എൻ്റെ പഠിച്ചോനെ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ചെക്കനത് എന്തിൻ്റെ കേടാ? പെണ്ണുങ്ങളെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മണിക്കൂർ കണക്കിന് വർത്താനം പറയേ. എന്തൊക്കെ പറയണാവോ? ഫോണിനെ പറ്റി ആലോചിക്കാരം. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഉമ്മാക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഉമ്മ അവിടെ എഴുന്നേറ്റിരുന്നു. ഹോ, എൻ്റെ റബ്ബേ, ഫോൺ വിളി നിർത്താൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓല് എന്തൊക്കെയാ പറയണാവോ? പെട്ടെന്ന് ഉമ്മ എൻ്റെ അമ്മ, എനിക്ക് എന്തൊരു വയറുവേദന ഇക്ക, എണീക്ക്, എന്തൊരു വയറുവേദന. എന്താടേ, എന്താ റഷീദ? എനിക്ക് എണീറ്റ് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും കഴിയണില്ല. ഭയങ്കര വയറുവേദന. എന്താ അറിയില്ല. നിങ്ങൾ മുസ്സിയൊന്ന് വിളിച്ചാണെങ്കിൽ കുറച്ച് ഉലുവ തിളപ്പിച്ച് തരാൻ പറയും ഓളോട്. അത് ഞാൻ തിളപ്പിച്ച് തരാം. ഓളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ആ പെണ്ണവിടെ കിടന്നോട്ടെ. അല്ല, ഓള് കിടന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഓളവിടെ ഒന്നിരിക്കാരം. ഒന്ന് വിളിച്ചോളി ഓള. എന്നെക്കൊണ്ട് കഴിയണില്ലല്ലോ പഠിച്ചവനെ. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും എന്നെക്കൊണ്ട് കഴിയണില്ല. എന്താ റഷീദ, നിങ്ങളൊന്ന് വിളിച്ചാണേ ഓളെ. വേഗം ഒന്നൊന്ന് ബെല്ലടിച്ചുകൂടി. അങ്ങോട്ട് മേൽക്കുള്ള ബെല്ലടിച്ചവളുണ്ട് ഇറങ്ങി വന്നോളൂ. വേണ്ട, ആ പെണ്ണിനെ ഉണർത്തണ്ട. ഉമ്മ തന്നെ എങ്ങനെയൊക്കെയോ കുമ്പിട്ട് നിരങ്ങി അവിടെ എത്തി ഡൈനിങ് ഹാളിൽ മുകളിലേക്കുള്ള ആ ഒരു ബെല്ലടിക്കുന്നു. പഠിച്ചോനെ, ആരെ ബെല്ലടിച്ചത്? ഉമ്മയൊന്നും ഉറങ്ങിയിട്ടില്ലേ ഇക്ക? എന്നാലും ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഉപ്പ ആരാന്നാവും? അടിയിൽ നിന്ന് ബെല്ലടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കട്ടെ. എന്താവോ? എന്നാൽ ചെല്ല്, പോയി നോക്ക്. എന്നാൽ ശരി മോളെ, അസ്സലാമു അലൈക്കും. ബെല്ലടി കേട്ട് പെട്ടെന്ന് അതാ മുഹ്സിന ഇറങ്ങി വരുന്നു താഴേക്ക്. ഉമ്മ അവിടെ പറ്റിയങ്ങ് ഇരിക്കുകയാണ്. എന്താ ഉമ്മ, എന്തു പറ്റി? മോളെ മുഹ്സിയെ, എടി എനിക്ക് തീരെ വയ്യടി. എനിക്ക് വയറ് വേദനയായിട്ട് എണീറ്റ് നിൽക്കാൻ എനിക്ക് കഴിയണില്ല. കുറച്ച് ഉലുവൻ്റെ വെള്ളം തിളപ്പിച്ചാട്ടിക്ക. കുറച്ച് ഉലുവ വറുത്തുകാണ്ടേ അത് കുറച്ച് വെള്ളം വെച്ചുകാണ്ട്. പാവം മുഹ്സിന സിനാൻ്റെ ഫോണെല്ലാം കട്ട് ചെയ്ത് ഓടി വന്ന് അടുക്കളയിലെത്തി. ചട്ടിയിൽ ഉലുവ ഇട്ട് അത് ഗ്യാസ് അടുപ്പത്ത് വെച്ചപ്പോൾ ഉമ്മ പറയുന്നു, എടി ഗ്യാസുമ്മലൊന്നും വെക്കണ്ട, അടുപ്പത്ത് ഓലക്കടിച്ചാണ് കത്തിച്ചാളാ, ഒക്കെ എളുപ്പമുണ്ടല്ലോ. ഒരു നിമിഷം മുഹ്സി വിചാരിച്ചു, പഠിച്ചോനെ, ഇത്ര വേദനയായിട്ടും ഉമ്മ എന്തിനാ ഇപ്പോൾ അടുപ്പത്ത് തന്നെ രാത്രി കത്തിപ്പിക്കാൻ നിൽക്കണത്? ആ ഗ്യാസുമ്മൽ വെച്ച് എത്ര എളുപ്പമുണ്ട്. അവൾ ചിന്തിച്ചെങ്കിലും പുറത്തേക്കത് കാണിച്ചില്ല. അവൾ ഉമ്മ പറഞ്ഞതിനനുസരിച്ച് ഓലക്കൊടിയൊക്കെ കത്തിച്ച് ഉണ്ടാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് അത് വറക്കുകയാണ്. സമയം 11-12 മണിയായി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ എണീറ്റ് വന്നു. എന്താ അവിടെ അടുപ്പത്ത് നേരം ഉണ്ടാക്കണേ? അതെ, ഓളെ കൊണ്ട് കുറച്ച് ഉലുവെള്ളം ഉണ്ടാക്കിപ്പിച്ചേനു. എന്തിനാ അപ്പോൾ അടുപ്പും ഇതൊക്കെ കത്തിച്ചുണ്ടാക്കാൻ? ആ കത്തി ആയി കിട്ടിയിട്ട് വേണ്ടേ? ഈ ഗ്യാസുമ്മലാണ് വെച്ചുകൂടെ? ഇതൊക്കെ പിന്നെ എന്തിനാ? അല്ല, അത് അവിടെ നിന്നോട്ടെ, അതായിരിക്കും നല്ലത്. അതാ നല്ലത്. അല്ലാതെ ഗ്യാസുമ്മൽ വെച്ചുണ്ടാക്കണം അത്ര നല്ലതൊന്നല്ലല്ലോ. ആ വേദന സഹിക്കുന്നതിനിടയിൽ ഉമ്മ അതാ പറയുന്നു. അവൾ ഉലുവയെല്ലാം വറുത്തെടുത്ത് അതിൽ വെള്ളമൊഴിച്ചു അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്, ഉമ്മ ഇത് കുടിച്ചോളേ, ഇത് കുടിച്ചാൽ മാറിക്കോളൂ. മോളെ, ഇനി മേലേക്ക് പോകണ്ടേ? എനിക്ക് ഇനി മേലേക്ക് പോയാലേ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇവിടെ എവിടെയും കിടന്നോ ഇപ്പോൾ തൽക്കാലം. ഉമ്മയുടെ ആ ഒരു വയറുവേദന കണ്ടിട്ട് ശരിക്കും മുഹ്സിനക്കും സങ്കടമാകുകയാണ്. പാവം, എന്ത് പറ്റിയാവോ ഉമ്മക്ക്. ഉമ്മ അത് കുടിച്ചോളി മോളെ, അത് ഭയങ്കര കയ്പ്പ്, തൊള്ളിക്കാണ് വെക്കാൻ വയ്യ. ഉമ്മ, ഉലുവൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ കയ്പ്പുണ്ടാവൂലേ മോളെ? എനിക്കത് വയ്യ. ഇജ്ജ് വേറെ എന്തെങ്കിലും ഒരു കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടായി തന്നാളാ, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഈ വയറുവേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു വേദനയാണിത്. മുഹ്സിനെ മുകളിലേക്ക് പറഞ്ഞയക്കുവാനേ ഉമ്മാക്ക് താല്പര്യമില്ല. ഉമ്മ ഓരോ പണി അവളെ കൊണ്ട് ആ പാതിരാത്രി എടുപ്പിച്ച് കൊണ്ടിരിക്കുന്നു. മുഹ്സിനക്കാണെങ്കിൽ ഉറങ്ങി തൂങ്ങിയിട്ട് വയ്യ. അതുമാത്രമല്ല, അതിനിടയ്ക്ക് സിനുവിനോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോന്നതാണ്. പാവം സിനു കാത്തിരിക്കുന്നുണ്ടാവും. അവൾ ഇടയ്ക്കിടെ മുകളിലേക്ക് നോക്കി. മുഹ്സിന, ഇനിയിപ്പോൾ ഈ മോൾക്ക് പോകണ്ട, ഇവിടെ ഇരുന്നോ, ഇവിടെ എവിടെയോ ഒന്ന് കിടന്നോ, സ്ഥലം ഉണ്ടല്ലോ ഇവിടെ താഴെ തന്നെ. എനിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ വയറുവേദന വരുമ്പോഴേ തുള്ളി വെള്ളം തരാൻ ഇപ്പാനൊണത്താനാവില്ല. ഉപ്പാക്ക് തന്നെ നേരം വെളുത്താ പോകണം. ഉപ്പാക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്ക്. ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു, ഫോൺ എന്നാൽ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരട്ടെ, സിനുവിന് മെസ്സേജെങ്കിലും അയക്കാലോ എന്ന് വിചാരിച്ചു. മുകളിലേക്ക് പോകുമ്പോൾ, എവിടുക്കാ മുഹ്സിന?
ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. വേണ്ട, എന്തിനാ ഫോൺ എടുത്ത് വരുന്നത്? ഞാനിപ്പോൾ വിളിച്ച് ശല്യവും ചെയ്യണ്ട കേട്ടോ. ഓനൊന്നോട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. പിന്നെ ഡ്യൂട്ടിക്കിടയിൽ വിളിക്കാനും നിൽക്കണ്ട. ആ കുട്ടി ഒന്ന് പണിയെടുത്ത് കൂടിക്കോട്ടെ അവിടെ. എന്തിനാണ് അതിനിപ്പം തന്നെ അങ്ങനെ ശല്യം ചെയ്യണേ? ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഉമ്മ, ഇല്ല, അത് സിനി വിളിച്ചുകൊണ്ടിരിക്കാൻ. കുറേ വർത്താനം പറഞ്ഞില്ലേ, മതി. ഞാൻ ഡ്യൂട്ടിക്ക് കയറിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇതിങ്ങനെ നാട്ടിലത്തെ ചിന്തയിട്ടിരുന്നാലേ ഓനക്കൊരു സമാധാനം സുഖം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചോദിക്കും ഉമ്മാക്ക് എന്തേ, ഉമ്മാക്ക് വയറുവേദനയാണ്, അതാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓന് സങ്കടമായിട്ടേ അത് വേണ്ട. തൽക്കാലം ഇപ്പോൾ ഫോൺ എടുക്കാൻ പോകണ്ട, അവിടെ ഇരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ രാത്രി സിനാനോട് സംസാരിക്കുവാൻ വേണ്ടി ഉമ്മ ഒരു ചാൻസും തരുന്നില്ലായിരുന്നു. മോളെ, അത് ആ റൂം പോയി കിടന്നോ, അവിടെയൊക്കെ റൂം ഒഴിവല്ലേ. അപ്പോൾ അടിയിൽ തന്നെ 3 ബെഡ്റൂമുണ്ട്, മേലുണ്ട്. ആരപ്പോൾ കിടക്കാൻ അവിടെ പോയി കിടന്നോ. പക്ഷേ മുഹ്സിനയ്ക്ക് ആ ഒരു റൂമിൽ കിടന്നിട്ട് എന്തെന്നറിയില്ല, ഉറക്കം വരുന്നേ ഇല്ല. അവളാകെ അസ്വസ്ഥയായി. കാരണം തൻ്റെ സിനുവിനോട് ജസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും കാണുമ്പോൾ അതൊരു സന്തോഷമാണ് രാത്രി കിടക്കാൻ സമയം. പക്ഷേ ഇത് ആരുമില്ലാത്ത ആ റൂമിൽ ഫോണും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവിടെ കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മ, ഞാൻ മേലെ പോവാണ്, എനിക്കിവിടെ ഉറക്കം വന്നില്ല. മുഹ്സിന, എനിക്ക് ഇനിയും വേദന നൽകിയാലേ എന്നെക്കൊണ്ട് കഴിയൂല എന്നെ ബെല്ലടിച്ച് കാണാൻ താഴത്തേക്ക് വരുത്താനൊന്നും. ഈ ഇവിടെ തന്നെ കിടന്നോ. പിന്നെ അതുമല്ല, വിളിച്ചാൽ കേൾക്കണ്ടേ, മനുഷ്യന് എന്തെങ്കിലും പറ്റിയാലും അറിയില്ലല്ലോ. ഇവിടെ കിടന്നോ, ഇനിയിപ്പോൾ എന്താ? മനമില്ല മനസ്സോടുകൂടി ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ആ റൂമിൽ കിടക്കുന്നു. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ച് കിടന്നു. തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ ഓർത്തു. നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മാക്ക് വയറുവേദന വന്നതും. പക്ഷേ തന്നെ മുകളിലേക്ക് പോകാനേ വിടുന്നില്ല. കയ്യിൽ ഫോൺ വെച്ചാൽ മതിയായിരുന്നു, എടുക്കാൻ പോകാനും സമ്മതിക്കുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവൾക്ക് ഉറക്കം വരുന്നേ ഇല്ല. അവൾ സ്വലാത്തുകളെല്ലാം ചൊല്ലിക്കൊണ്ട് ഒടുവിൽ അതാ നിദ്രയിലേക്ക് അലിഞ്ഞു ചേരുന്നു. സുബഹിൻ്റെ ബാങ്ക് കേട്ടുകൊണ്ടാണ് മുഹ്സിന ഉണർന്നത്. അല്ലാ, പഠിച്ചോനെ, സമയം എന്തായി? അവൾ തൻ്റെ ഫോണ് തപ്പാൻ തുടങ്ങി. ഇല്ല, ഫോണില്ല. പിന്നെയാണ് അവൾ ഓർത്തത്, അല്ലാ, ഞാനിത് കിടക്കുന്ന റൂമിലല്ലല്ലോ. അപ്പോഴാണ് തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം മുഹ്സിനയ്ക്ക് ഓർമ്മ വന്നത്. ഉമ്മാക്ക് വയറുവേദനയായിട്ട് ഇറങ്ങി വന്നതും പാവം സിനു സംസാരിക്കുന്നതിനിടയിൽ കട്ടായി പോയതും അവൾക്ക് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ സങ്കടമായി. അവൾ പെട്ടെന്ന് ഉളൂഹ് ചെയ്ത് അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുവാൻ നിൽക്കുമ്പോൾ ഉമ്മ അത് ശ്രദ്ധിച്ചു. ഇവൾക്ക് ഇതാണ് കോലൊന്നുമില്ലല്ലോ, ഒന്നുകൊടുത്ത് നിസ്കരിക്കാൻ പോണ പണിയേ ഉള്ളൂ. എന്താ റബ്ബനി ഞാൻ കാട്ടുക, എനിക്ക് പൊടിയേറില്ല. ആ ഉമ്മയുടെ ദുഷ്ടചിന്തകൾ മനസ്സിലിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഉമ്മ, വയറുവേദന സുഖമുണ്ടോ? അവൾ ഉമ്മയോട് ചോദിച്ചു. സുഖമുണ്ട്, എന്നാലും ചെറുതായിട്ടൊരു വേദന ഉണ്ട്. അപ്പോൾ ഉലുവർത്തൊക്കെ വെള്ളം, പിന്നെ ഇജ്ജ് ഇവിടെ ഉണ്ടായതുകൊണ്ടേ എൻ്റെ അസുഖം കുറേയൊക്കെ മാറി. മറ്റേത് കഴിയണില്ലേനോ. അപ്പോൾ മേലെ പോയി ഇങ്ങനെ ഓനോട് വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, ഇവിടെ കുറച്ചെണ്ണം കിടന്നിറങ്ങിക്കോ, അതാ നല്ലത്. പകലൊക്കെ എന്നാൽ പിന്നെ വിളിച്ചാൽ കേൾക്കാത്ത പ്രശ്നമില്ല. പകലായാലും രാത്രിയല്ലോ, ഒറ്റയ്ക്ക് ഇപ്പോൾ അവിടെ പോയി കിടക്കണ്ടല്ലോ. പക്ഷെ മുഹ്സിനയ്ക്ക് തൻ്റെ റൂം വിട്ടു പോകുന്നത് ഒട്ടും താല്പര്യമില്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സിനു കിടന്ന റൂം, അവൻ്റെ ഡ്രസ്സുകളുള്ള ആ റൂം, അവൻ്റെ ആ ഒരു സ്മെല്ലുള്ള റൂം, അത് ശരിക്കും അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സിനുവില്ലാത്ത മറ്റൊരു റൂമിലേക്ക് കിടക്കുവാൻ അവൾക്ക് താല്പര്യമേ ഇല്ല. ആ റൂമിൽ തൻ്റെ സിനു ഉണ്ട് എന്നൊരു തോന്നലാണ് അവൾക്ക് എപ്പോഴും ഉള്ളത്. ഈ ദിവസവും ഉമ്മ താഴെ കിടക്കാൻ വിളിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചവനെ, ഇന്നെങ്കിലും ഒന്ന് സിനുവിനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒന്ന് കണ്ടിട്ടില്ല ശരിക്ക്, ഒരു വീഡിയോ കോള് അതൊന്ന് ചെയ്ത് ഒന്ന് നേരിട്ട് സംസാരിച്ചെങ്കിൽ എന്നവൾ ഒരുപാട് കൊതിച്ചു. അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയാലും വേണ്ടില്ല. വീട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ അവിടുന്ന് സ്വസ്ഥമായി എനിക്ക് പറ്റുമായിരിക്കും. പക്ഷെ എന്നെ വിടുന്നില്ലല്ലോ. അന്ന് നിസ്കാരം കഴിഞ്ഞ് അവൾ ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണത്തിലും മുഴുകിയിരിക്കുമ്പോൾ ഉമ്മ അതാ വിളിക്കുന്നു. മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉമ്മ. അല്ല മുഹ്സിയെ, എൻ്റെ കുട്ടി പോരുന്നൊന്നുമില്ലേ? പുതിയാപ്പിള പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ? എൻ്റെ കുട്ടി പോരുന്നില്ലേ? കുറച്ച് ദിവസം ഇനി ഇവിടെ നിന്നിട്ട് പോയിക്കോ, അതല്ലേ നല്ലത്. ഉമ്മ, അത് എന്താ മോളെ, ഞാൻ കാക്കാനെ പറഞ്ഞേക്കട്ടോ, ഓൻ വന്നോളും എന്നെ കൊണ്ടാകാൻ. അതൊന്നും ഞാൻ വരണോ? ഞാൻ വന്നാലേ വിടുള്ളൂ. അന്ന് ഓൻ്റെ ഒപ്പായിട്ടിരിക്കില്ലേ വിടാഞ്ഞത്. എന്നാൽ ഞാൻ വരാം. എന്തേ?
ഉമ്മ നിങ്ങൾ വന്നിട്ട് എന്നെ വിടാഞ്ഞാൽ അത് പ്രശ്നമാവൂലേ? മോളെ അത് സാരമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. നമുക്ക് നാളെ അങ്ങോട്ട് പോരാ കേട്ടാ. ഇൻഷാ അല്ലാ ഇന്ന് വരണോ നാളെ വരണോ? ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കാതെ. എനിക്ക് പേടിയാണ് ഉമ്മ ചോദിക്കാൻ. മോളൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളെന്നെ ചോദിച്ചോളി വന്നിട്ട്, അതായിരിക്കും നല്ലത്. അല്ല പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടുവരാൻ വന്നാൽ അതും തെറ്റാവുമോ? എങ്ങനെ വെച്ചാൽ വരെ മോളെ, ഒന്നുമില്ല 8 ദിവസങ്ങളിൽ കുട്ടി ഇവിടെ നിൽക്കട്ടാ. കല്യാണം കഴിഞ്ഞാരെ അന്ന് 4 ദിവസം നിന്നും അല്ലാതെ പോയിൻ്റെ ശേഷം ഒരു 8 ദിവസമെങ്കിലും ഇവിടെ നിൽക്ക്. അല്ല അപ്പം ഇങ്ങനെ ശരിയാവുമോ? കൂട്ടും കുടുംബങ്ങളും ഒക്കെ വേണ്ടേ? ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചുകാണ്ട് അവിടെ തന്നെ നിൽക്കണ അത്ര ശരിയല്ലല്ലോ. ഇവിടെ ഇല്ലടി എനിക്ക് നാത്തൂനും എൻ്റെ അനിയത്തിയും ഉമ്മയും ആങ്ങളെയൊക്കെ ഇല്ലേ? ഇപ്പം അല്ലേ ഇല്ലാത്തുള്ളൂ. പിന്നെ സൗകര്യത്തിനൊന്നും അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു കുറവുമില്ല. അറബി ഉമ്മാൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നമുക്ക് നല്ലൊരു വീടും വണ്ടിയൊക്കെ പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോളെ ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മ കൊണ്ടുവരാൻ വരട്ടോ ഇൻഷാ അല്ലാ. ഉമ്മയുടെ കൂടെയും അനിയത്തിയുടെയും കൂടെയൊക്കെ താമസിക്കാൻ അവൾക്ക് വളരെയധികം കൊതിയായി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നാണ് അവൾ ആലോചിക്കുന്നത്. എന്നെ ഉമ്മ ഒരിക്കലും അയക്കില്ല തോന്നുന്നുണ്ട്. കാരണം വീട്ടിലത്തെ പണിയും കാര്യങ്ങളും അതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഹ്സിന സങ്കടപ്പെട്ടു. റബ്ബേ എനിക്ക് വീട്ടിൽ പോകാൻ കൊതിയാറുണ്ട്. അള്ളാഹുവേ നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. അന്ന് രാവിലെ മുഹ്സിന ആ കാര്യം ഉമ്മയോട് പറയണമെന്ന് കരുതി അവൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുമ്പോൾ ഉമ്മ അങ്ങോട്ട് വന്നു. ചായ ആയില്ല മുഹ്സിയെ? ഉപ്പാക്കുള്ളതാണ് കൊടുത്താളാ? ആ അമ്മ ചായയും കടയൊക്കെ അയക്കണ്. ഉപ്പ അത് കേട്ടുകൊണ്ട് വന്നു. വേണ്ട, എല്ലാവർക്കും ഒപ്പം ഇരുന്നാൽ മതി. എന്താപ്പോൾ ഒരാൾക്കായിട്ട് വേറിട്ട് കൊടുക്കുക, മറ്റുള്ളവർക്ക് പിന്നെ കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. ഇരിക്കുമ്പോൾ എല്ലാവരും ഒപ്പം ഇരിക്കണം. അതാണ് അതിലൊരു ബർക്കത്ത്. എനിക്കങ്ങനെ മതി. അല്ലാതെ ഒറ്റയ്ക്ക് അതൊന്നും ശരിയാവില്ല. അപ്പോഴേക്കും റഷീദ ഉമ്മ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അതേ നിങ്ങളായിട്ട് ഈ മാനം കെടുത്തണ്ട. നിങ്ങൾ ഇവിടുത്തെ ഇപ്പയാണ്. അതിൻ്റേതായിട്ട് രീതി കുറച്ചൊരു ഗൗരവത്തിൽ നിൽക്കണം. ഇതെന്താ മരുക്കളും അമ്മോശാനിക്ക് ഒപ്പം ചായ കുടിക്കേ? ആക്കെന്താ? അത് ഞങ്ങളെ കാലത്തൊന്നും നടന്നിട്ടില്ല. ഞങ്ങളൊന്നും അമ്മോശക്കാരെ മുഖത്ത് തന്നെ നോക്കൂലേ പേടിച്ചിട്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം എന്താ എന്തോ ഒരു സ്നേഹം ഓൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എടി അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ബാപ്പയും മകളും തമ്മിലുള്ള ബന്ധമല്ലേ അമ്മോശകാക്കിയും മരുമകളൊക്കെ തമ്മിലുള്ളത്. അതിപ്പോൾ എന്താ അതൊക്കെ ഇല്ലാതാക്കണം എന്നായി പറയണത്? അല്ല നിങ്ങളെ വില പോകണ്ട ഇത് പറഞ്ഞാണ് മനുഷ്യ. നിങ്ങൾ എന്തേലും കാട്ടിക്കോളൂ. എനിക്കിപ്പോൾ എന്താ ഇപ്പോൾ മോൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കാൻ നിൽക്കണല്ലോ മരുവളെ. വേറൊരു പണിയില്ല. മുഹ്സിന ചായയും കടിയും കറിയുമെല്ലാം അതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള പ്ലേറ്റും കൊണ്ടുപോയി വെച്ചു. ഉമ്മ ഉപ്പയെയും വിളിച്ച് വേഗം അതാ ഭക്ഷണം കഴിക്കുവാനിരിക്കുന്നു. ഉപ്പ ചോദിച്ചു, മുഹ്സിയപ്പം ഇരിക്കണില്ല? മുഹ്സിയെ ഒരു പ്ലേറ്റും കൂടി ഇങ്ങോട്ട് പോര് മോളെ. അവൾ പ്ലേറ്റുമായി അവൾ വരുമ്പോൾ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. കാരണം ഉപ്പയുടെ മുമ്പിൽ എന്നോട് ഇരിക്കരുത് എന്നാണ് ഉമ്മയുടെ പ്ലാനിങ്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പാരെ മുമ്പിലൊന്നും അങ്ങനെ ഇരിക്കാൻ പാടില്ല, ബഹുമാനക്കേടാണ് എന്നൊക്കെ. പക്ഷെ ഇവിടുത്തെ ഉപ്പാക്ക് അതിഷ്ടമല്ലാത്തത് കൊണ്ട്, ആ രീതിയിലൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് സംസാരിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഉപ്പയുടേത്. അതുകൊണ്ട് തന്നെ മുഹ്സിനക്ക് ചെറിയൊരു ഭയമുണ്ടെങ്കിലും ഉപ്പയുടെ മുമ്പിലായതുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. മോളെ ഇട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് ഉപ്പ തന്നെ അവൾക്ക് കടിയും കറിയുമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നു. ഉമ്മ ദേഷ്യത്തോടെ ഉപ്പയെ നോക്കി, മരുകളോട് എന്താ സ്നേഹമെന്നോ, എന്നോടത്രയില്ല മനസ്സിൽ വിചാരിക്കുന്നു. ആ സമയം മുഹ്സിന പറയട്ടെന്ന് വിചാരിച്ചു, ഞാൻ പോട്ടെ എൻ്റെ ഉമ്മ എന്ന് വരും എന്നുള്ള കാര്യം. പക്ഷേ അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഉമ്മയുടെ ആ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. മുഹ്സിനയുടെ ജീവിതം ഇനി എന്തായി തീരും? സിനാൻ്റെ കൂടെ ഗൾഫിലേക്ക് പോകുമോ, അതോ ഇവിടെ നിന്ന് അവൾ ഒറ്റപ്പെടുമോ? റഷീദ് ഉമ്മയുടെ പീഡനങ്ങൾ മുഴുവൻ ഏൽക്കുവാൻ വേണ്ടിയുള്ള വിധി അവൾക്ക് ഉണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.